നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ജൂൺ മാസം 13-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിന് മുകളിലായിട്ട് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ്. ഇതിൻ്റെ സ്വാധീന ഫലമായിട്ട് കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ജൂൺ 14 മുതൽ 16 വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ജൂൺ 12 മുതൽ 16 വരെ ഒറ്റപ്പെട്ട അതിശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ജൂൺ 14 മുതൽ 16 വരെ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു. ഇന്ന് വെള്ളിയാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും, ശനിയാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും, ഞായറാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും അതിതീവ്ര മഴ കണക്കിലെടുത്തുകൊണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും, നാളെ ജൂൺ 14 ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും, മറ്റന്നാൾ അതായത് ജൂൺ 15-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലും, ജൂൺ 16-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് PM കിസാൻ സമ്മാൻ നിധി സ്കീമുമായി ബന്ധപ്പെട്ടതാണ്. കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ്, അതിൻ്റെ വിതരണം ഈ മാസം ഉണ്ടാകുന്നതാണ്. 20-ാം തീയതിക്ക് ശേഷം വിതരണം ഉണ്ടായിരിക്കുമെന്നൊരു സൂചനയാണ് ഇപ്പോൾ ഈ സമയത്ത് കേന്ദ്രവൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇത് ഔദ്യോഗികമായിട്ട് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും അതിന് മുൻപ് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണുകൾ വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ നമുക്ക് നമ്മുടെ PM കിസാൻ സ്റ്റാറ്റസ് അത് പരിശോധിക്കാൻ സാധിക്കും. അത് പരിശോധിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കൃത്യമായി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇലക്ട്രോണിക് KYC ആണ്. നമ്മുടെ സ്മാർട്ട് ഫോണുകൾ വഴി തന്നെ ഇക്കാര്യം നമുക്ക് പരിശോധിച്ച് അത് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കും. കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലും അതിനുള്ള സംവിധാനമുണ്ട്. ആധാർ നമ്പർ നൽകിക്കൊണ്ട് ഇലക്ട്രോണിക് KYC സ്റ്റാറ്റസ് പരിശോധിക്കുകയാണ് വേണ്ടത്. ഇനി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ്, നമ്മുടെ കൃഷിഭൂമിയുടെ വെരിഫിക്കേഷൻ, ഈ 2 കാര്യങ്ങളാണ് നമ്മളെല്ലാവരും തന്നെ ഓക്കെ ആണോ എന്ന് കൃത്യമായി പരിശോധിക്കേണ്ടത്. ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പോൾ ഈ PM കിസാൻ സമ്മാൻ നിധി പോലെയുള്ള വിവിധ പദ്ധതികൾക്കും അതോടൊപ്പം തന്നെ കൃഷിസ്ഥലമുള്ള കർഷകർക്കെല്ലാം തന്നെ കർഷക രജിസ്ട്രിയിലേക്ക്, അതായത് അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിലേക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു നടപടി. ഒരു പ്രത്യേക വെരിഫിക്കേഷനും അതിനുശേഷം കർഷകർക്ക് ഒരു കർഷക ID ജനറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഈ കർഷക ID എടുക്കാത്ത കർഷകർക്കും PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ഇപ്പോൾ ലഭിക്കും. പക്ഷേ ഭാവിയിലേക്ക് വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും മുടങ്ങാതെ ലഭിക്കുന്നതിനും ഈ ഒരു കർഷക ID എടുക്കേണ്ടത് ആവശ്യമാണ്. കൃഷിഭവൻ മുഖാന്തരമാണ് ഇത് പൂർത്തിയാക്കേണ്ടത്. നമ്മുടെ സ്ഥലത്തിൻ്റെ ഈ വർഷത്തെ കരമടച്ച രസീതിൻ്റെ പകർപ്പ്, അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ, ഇവയുമായിട്ട് കൃഷിഭവനുകളിലെത്തി വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. ഇനിയും ഇത് പൂർത്തിയാക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. അതായത് ജൂലൈ മാസം 31-ാം തീയതി വരെ ഇതിനുള്ള സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. പൂർത്തിയാക്കാനുള്ളവർ അത് അവരുടെ സമയവും അതോടൊപ്പം തന്നെ സാഹചര്യവും ഒക്കെ നോക്കി ജൂലൈ മാസം 31-ന് മുൻപ് തന്നെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വനിതാ വികസന കോർപ്പറേഷൻ വഴി സംരംഭ വായ്പകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഉദ്യോഗസ്ഥ ജാമ്യമോ അല്ലെങ്കിൽ വസ്തുജാമ്യമോ നമ്മൾ നൽകണം. എങ്കിൽ മാത്രമാണ് ഈ ഒരു ആനുകൂല്യം നമുക്ക് ലഭിക്കുക. ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് മികച്ചൊരു വരുമാനം സ്ത്രീകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇവിടെ ആനുകൂല്യം നൽകുന്നത്. ഇവിടെ വായ്പ പലിശ നിരക്ക് എന്നുള്ളത് 6% മുതൽ 8% വരെ മാത്രമായിരിക്കും. ഒരുപക്ഷെ ഇതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നൽകുന്ന മറ്റ് സബ്സിഡികൾക്കും ഇവർക്ക് അർഹതയുണ്ടായിരിക്കുന്നതാണ്. അതായത് നിലവിൽ എടുക്കുന്ന വായ്പയ്ക്കുള്ള ചെറിയ സബ്സിഡികളും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ്. വനിതാ വികസന കോർപ്പറേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സഹായങ്ങളും എല്ലാം തന്നെ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. സംസ്ഥാനത്തെ വനിതകൾക്ക് കൂടുതൽ സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് അവർക്ക് അനുവദിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ സപ്പോർട്ടിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കൂടുതൽ വായ്പകൾ അതും സ്ത്രീകൾക്കായിട്ട് വിതരണം ചെയ്യുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ ജനങ്ങളും കാത്തിരിക്കുന്ന ഒന്നാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ വിതരണം. 1600 രൂപ വീതം നമുക്ക് ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകൾ തന്നെ പ്രചരിക്കുന്നത്. ഇനി നമ്മുടെ സംസ്ഥാനത്ത് കുടിശ്ശികയായിട്ടുള്ളത് 2 ഗഡു പെൻഷൻ മാത്രമാണ്. അതുമാത്രമല്ല എല്ലാ മാസങ്ങളിലും ഇപ്പോൾ മുടങ്ങാതെ നമുക്ക് ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്.
നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി തന്നെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം അത് മുൻകൂറായിട്ട് തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇലക്ഷൻ സമയത്തിന് മുൻപ് തന്നെ അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഇപ്പോൾ ചില നീക്കങ്ങളൊക്കെ തന്നെ, തയ്യാറെടുപ്പുകളൊക്കെ തന്നെ തീരുമാനങ്ങൾ സ്വീകരിക്കുകയാണ്. ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി ലഭ്യമായാൽ ഈ മാസം 19-ാം തീയതിക്ക് മുൻപ് തന്നെ, അതായത് ഈ 3-ാമത്തെ ആഴ്ചയിൽ തന്നെ പെൻഷൻ്റെ വിതരണം നടക്കുന്നതായിരിക്കും. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. സർക്കാർ കുടിശ്ശിക വെച്ചിരുന്ന 5 ഗഡുക്കളിൽ കഴിഞ്ഞ പ്രാവശ്യം 2 ഗഡുക്കൾ നൽകിയിരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ 1 ഗഡു കൂടി വിതരണം ചെയ്തിട്ടുണ്ട്. ഇനി ലഭിക്കാനുള്ളത് 2 ഗഡുക്കൾ മാത്രമാണ്, 3200 രൂപ. ഈ 2 ഗഡുക്കൾ അത് ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ, അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളോടെ ആയിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ നടക്കുക. അപ്പോൾ ഇത് ഇലക്ഷന് മുൻപ് തന്നെ ഈ കുടിശ്ശിക നൽകുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഇലക്ഷന് മുൻപ് തന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ കുടിശ്ശിക ലഭ്യമാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ജൂൺ മാസം 12-ന് വ്യാഴാഴ്ച സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. തുടർച്ചയായിട്ടുള്ള 2ാമത്തെ ദിവസമാണ് ഈ ഒരു കുതിപ്പ്. 2 ദിവസത്തിനിടെ പവന് 1840 രൂപയാണ് കൂടിയത്. വ്യാഴാഴ്ച 22 കാരറ്റിന് ഗ്രാമിന് 80 രൂപ കൂടി 9100 രൂപയിലും പവന് 640 രൂപ കൂടി 72,800 രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.